ഹലോ ആൻഡ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത്, ഇന്ന് ഞാൻ രാവിലെ തന്നെയാണ് കേട്ടോ. ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. വേറെ ഒന്നുമില്ല, ഇന്ന് കൊടുങ്ങല്ലൂർ പോകണം. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകണം കേട്ടോ. അമ്പലത്തിൽ പോകണം. പിന്നെ അപ്പൂനെ അവിടുത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ഹോസ്പിറ്റൽ ഡേ ഇൻ മൈ ലൈഫായിരിക്കും. ഇന്ന് മൊത്തം ഹോസ്പിറ്റലായിരിക്കും. പിന്നെ എന്തൊക്കെ കാര്യങ്ങളെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഞാൻ ശരിക്കും ഈ വ്ളോഗ് എടുക്കാൻ കാരണം എന്താണ്, ഞാനൊരു വാട്ടൈ 18 ഡേ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ വ്ളോഗ് എടുക്കുന്നത്. ഞാനും അമ്മയും കൂടിയാണ് കേട്ടോ പോണത്. അപ്പം അവിടെ നിന്ന് പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും കഴിക്കില്ല. നമ്മൾ നോർമലി പുറത്ത് ഇപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. പിന്നെ എന്തൊക്കെയാണ്, എന്തിനാണ് പോണത്, അപ്പോൾ എന്തിനാണ് പോണതെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഒരു ദിവസം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളും കൂടി വായോ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ രാവിലെ 6:45 7 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. പൗഡർ 7 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോണയാണ്, നമ്മുടെ ബസ്സിനാണ് കേട്ടോ പോണത് കൊടുങ്ങല്ലൂരിലേക്ക്. അപ്പം ഇത്രയുള്ളൂ. ബാക്കി ഞാൻ വഴി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇറങ്ങട്ടെ കേട്ടോ. സമയമായിട്ടുണ്ട്. ഞാൻ അമ്പലത്തിലും കൂടി കയറണം കൊടുങ്ങല്ലൂർ, എന്നിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ആകെ ഗ്രീൻ ടീ രാവിലെ എണീറ്റപ്പോൾ കുടിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഗ്രീൻ ടീ കുടിച്ചായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചായ എന്തെങ്കിലുമൊക്കെ കുടിക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ 8:30 ആയപ്പോഴേക്കും എത്തിയിട്ടോ. 1 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ 8:30 ആയപ്പോഴാണ് എത്തിയത്. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ്. അപ്പം ക്യൂ ഒക്കെ നിന്ന് കയറണമെന്നുള്ള കാര്യമേ ഞാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ നല്ല ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കയറി തൊഴുതത് തന്നെ. നല്ല തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം. ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം. അത് കഴിഞ്ഞ് അവിടെ ഹോസ്പിറ്റലിൽ കയറി ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിലാണ് കേട്ടോ കയറിയത്. അവിടെ തന്നെയായിരുന്നു എല്ലാ ഭക്ഷണവും കഴിച്ചേട്ടോ. നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ ആ ഹോട്ടലിൽ നിന്ന് തന്നെ വാങ്ങി കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മറ്റേ മസാല ദോശയാണ് കഴിച്ചത്. മസാല ദോശ എനിക്ക് അതിൽ സാമ്പാറിനേക്കാൾ കൂടുതൽ ഇഷ്ടം അതിലെ ചട്നിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മസാല ദോശ, നെയ് റോസ്റ്റൊക്കെ. ആ വൈറ്റ് ചട്നിയിലും പിന്നെ ആ റെഡ് ചട്നിയൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ. നല്ല വെളിച്ചെണ്ണയുടെ സ്വാദായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒന്നും പറയാനില്ല. ഞാൻ ശരവണ ഭവനിൽ നിന്ന് മാരിയാസ് എന്നൊക്കെ കഴിക്കണ അതിനേക്കാൾ ടേസ്റ്റ് എനിക്ക് ഇതിൽ തോന്നിയിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മുരുമുരാന്നിരിക്കുന്ന ദോശയായിരുന്നു, മസാല ദോശയായിരുന്നു. പിന്നെ അത് ഈ റെഡ് ചട്നി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. നല്ലൊരു നാടൻ സ്വാദായിരുന്നു കേട്ടോ. ഞാൻ തൂത്ത് വടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ആണല്ലോ. അപ്പം ഒരു കൺസെൻറ്റ് ലെറ്റർ എഴുതി കൊടുക്കണമായിരുന്നു. അപ്പോൾ സിസ്റ്റർ വന്ന് കൺസെൻറ്റ് ലെറ്റർ എഴുതി തരാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് സൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഇതാണെങ്കിൽ അതിൻ്റെ എല്ലാം നമ്മൾ തന്നെ എഴുതി കൊടുക്കണം. എനിക്കത് എഴുതി കൊടുത്തപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ അതിൻ്റെ ഉള്ളടക്കമൊക്കെ ഇപ്പോഴാണ് വായിക്കുന്നത്. നമ്മൾ തന്നെയാണല്ലോ എഴുതി കൊടുക്കുന്നത്. പിന്നെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ഉണ്ടാവുന്ന എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ അതിൽ എഴുതി വെച്ചേക്കുന്നത് കാണുമ്പോൾ അതിനൊക്കെ നമ്മൾക്ക് സമ്മതമാണെന്നൊക്കെ എഴുതി വെക്കണം. നമ്മൾ തന്നെ എഴുതുമ്പോൾ ഉണ്ടാവുന്ന ആ ടൈമിൽ ഉണ്ടാവുന്ന ഒരു വിഷമം അത് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പം അത് എഴുതി കൊടുക്കണമായിരുന്നു കേട്ടോ. അത് ഓരോരുത്തർക്ക് അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ ഫീല് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എനിക്കൊരു അനുഭവം ഉണ്ടാകുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കയറി. അത് ആ ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ കഴിച്ചത്. അത് എന്താണ് ഊണാണ് പറഞ്ഞത്. അപ്പൂന് പിന്നെ ഇപ്പോൾ ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ച കഴിഞ്ഞ് പിന്നെ ഒന്നും കഴിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു നല്ലൊരു ഊണാണ് പറഞ്ഞത്. ഊണിന് കുറേ കറികളുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എല്ലാ കറികളും ഒന്നിച്ച് കൂട്ടി എല്ലാ കറിയും കൂടി കൂട്ടി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. എത്ര പേർക്ക് അങ്ങനെ ഇഷ്ടമാണെന്ന് പറയണം കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. ചിലർക്കൊക്കെ ഇങ്ങനെ ചോറ് കുറേ ആക്കി കുറച്ച് കറി വെച്ച് കൂട്ടി കഴിക്കാനായിരിക്കും ഇഷ്ടം. പക്ഷെ എനിക്ക് കുറേ കറി വേണം, കുറേ കറിയൊക്കെ കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ ഇത് വറ്റ കറിയായിരുന്നു കേട്ടോ. വറ്റയും കൊണ്ട് അയ്യോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പം നല്ലോണം തൂത്ത് വടിച്ച് കഴിച്ചു. ആ വറ്റയിൽ
കുറച്ച് മീനും പിന്നെ ഈ ചാറും ഈ സാമ്പാറും എല്ലാം കൂടി കൂട്ടി കഴിക്കാൻ ഒരു രക്ഷയുണ്ടായില്ല ഗൈസ്. നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ അവരോട് പറയുകയും ചെയ്തു കേട്ടോ, നല്ല ടേസ്റ്റാണ് നിങ്ങളുടെ കറികൾക്ക് എന്നൊക്കെ. ആ ചാറ് എനിക്ക് മീൻ കറിയിലെ ചാറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ചാറൊക്കെ നല്ലോണം കൂട്ടി കുഴച്ച് ഇങ്ങനെ മുങ്ങിക്കിടന്ന് കഴിക്കണം എനിക്ക്. അതാണ് എനിക്കിപ്പോൾ പറയുമ്പോൾ എനിക്ക് വായിന്ന് വെള്ളം വരണം. എനിക്ക് അങ്ങനെയാണ് ഭയങ്കര ഇഷ്ടം. എനിക്ക് അതാണ് ഇഷ്ടം, അങ്ങനെ ഇങ്ങനെ കുറേ ചാറൊക്കെ ആയിട്ട് കഴിക്കാൻ. അപ്പോൾ ഞാനും അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഫുള്ള് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഇഞ്ചിക്കറിയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞാനൊരു പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞായിരുന്നു, പക്ഷേ പൈനാപ്പിൾ ജ്യൂസ് എനിക്ക് ഭയങ്കര ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്ന് വെച്ചാൽ എനിക്കിപ്പം മധുരത്തിനോടൊരു ക്രേവിങ്സോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ജ്യൂസിന് നല്ല മധുരം ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഷുഗർ വേണ്ട എന്ന് പറയാനും മറന്നുപോയി. അതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് കുടിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെയും ഹോസ്പിറ്റലിലെത്തി. അത് എത്തി. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഇപ്പോൾ പിറ്റേ ദിവസമായിരുന്നു ഓപ്പറേഷൻ. അപ്പോൾ പിന്നെ വൈകുന്നേരം ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയായിരുന്നു. അപ്പം അവിടെ തൊട്ടടുത്ത് വല്യമ്മയുടെ വീടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വീട്ടിലും കൂടി കയറി. അപ്പോൾ ആ വീട്ടിലെ പട്ടിയുണ്ട്. ഇതെന്ത് ക്യൂട്ടാന്ന് നോക്കൂ ഗൈസ്. ഞാൻ ഇത് വിടുന്നേ ഉണ്ടായില്ല. അതിനെ എൻ്റെ ബാഗിലിട്ട് ഇപ്പോൾ കൊണ്ടുപോയാലാന്ന് വരെ ആലോചിച്ചാണ്. അത്രയ്ക്ക് നല്ല ക്യൂട്ടായിരുന്നു. ഇരിക്കണ കണ്ടില്ലേ, എന്ത് ക്യൂട്ടാണ്. നല്ല രസമാണ് ഇരിക്കണ കാണാനായിട്ട്. ഇങ്ങനെ എന്താണ് പാവേനെ പോലെയായിരുന്നു. നമ്മുടെ കയ്യിലിരുന്നത് അങ്ങനെ തന്നെ ഇരുന്നോളും, അതേപോലെയാണ് കേട്ടോ. പിന്നെ അവിടെ ചായക്ക് കുറേ വറവൽ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ ഓയിലും കൺട്രോൾ ചെയ്യണോണ്ട് അതും ഞാൻ ഒരുപാടൊന്നും കഴിച്ചില്ല. എന്തെന്നത് കുഴലപ്പം മാത്രമൊക്കെ ആയിട്ട് കഴിച്ചോളൂ കേട്ടോ. ഇത് അതിൻ്റെ അച്ഛനാണ് കേട്ടോ, കുഞ്ഞിൻ്റെ അച്ഛനാണ്. ഈ രണ്ടെണ്ണത്തിൻ്റെയും കൂടി കളി കാണാൻ നല്ല രസമാണ് കേട്ടോ. രണ്ടും ഭയങ്കര പാവമാണ്. അച്ഛൻ ഭയങ്കര ഒന്നും ചെയ്യത്തില്ല, ഒരു കടിക്ക പോലും ഇല്ല, അത്രയ്ക്ക് ഭയങ്കര പാവമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെ ഇല്ല, ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു. അപ്പോൾ ഞാനൊരു കുമ്മട്ടി ജ്യൂസ് അടിച്ച് കുടിച്ചായിരുന്നു. അപ്പോൾ ബിഗ് ബോസിൻ്റെ സ്റ്റാർട്ടിങ് എപ്പിസോഡായിരുന്നു കേട്ടോ. അപ്പോൾ അതും കണ്ടുകൊണ്ടാണ് ഞാൻ ജ്യൂസ് കുടിക്കണത്. അപ്പോൾ അതിൽ കുറേ ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പം ചില സംസാരമൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ചിരി വന്നു. അപ്പോൾ ഇടയ്ക്ക് കിടന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ബിഗ് ബോസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ടൈമിൽ കുമ്മട്ടി സീസൺ ആയതുകൊണ്ട് തന്നെ കുമ്മട്ടി ഇപ്പോൾ ധാരാളം കിട്ടും. അപ്പോൾ കുമ്മട്ടിയൊക്കെ കഴിക്കണം നല്ലതാണ്ടോ ഗൈസ്. നമ്മുടെ വയറ് നിറയും, അതേപോലെ തന്നെ വെള്ളമാണല്ലോ, വാട്ടർ കണ്ടൻറ്റ് കുറേ ഉള്ളതുകൊണ്ട് തന്നെ കുമ്മട്ടി നല്ലോണം കഴിക്കുക. ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ, അപ്പോൾ അത് കഴിക്കണം നല്ലതാണ് കേട്ടോ. ഫ്രൂട്ട്സ് നല്ലോണം കഴിക്കുക, കുമ്മട്ടി മാത്രമല്ല ഫ്രൂട്ട്സ് നല്ലോണം കഴിക്കുക. അത് കഴിഞ്ഞ് രാത്രി ഇതൊക്കെയായിരുന്നു കേട്ടോ നമുക്കുണ്ടായിരുന്നത്. വൻപയർ, പിന്നെ പപ്പടം, മുട്ട വറുത്തത്, പിന്നെ കുറച്ച് കായ ഒലത്തിയതും, പിന്നെ മോരുകറി കുമ്പളങ്ങിയിട്ട മോരുകറിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുമ്പളങ്ങിയിട്ട മോരുകറി. അപ്പോൾ അമ്മേനെ സമ്മതിക്കണം. എനിക്ക് അന്ന് ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോയി. അമ്മ വന്നിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇതൊക്കെ. അമ്മ 1.5 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പം തന്നെ വന്ന് കറികളൊക്കെ ഉണ്ടാക്കി കേട്ടോ. ഞാനാണെങ്കിൽ അയ്യോ മേലേന്നും പറഞ്ഞ് കിടക്കണമായിരുന്നു, വയ്യാണ്ട് അത്രയും ടയേർഡായി പോയായിരുന്നു, വെയിലും കൂടിയൊക്കെ ഉള്ളതുകൊണ്ടേ. അപ്പം നമ്മൾ മുട്ടയൊക്കെ വറുത്തതെടുത്ത്, പിന്നെ മോരുകറിയും വൻപയറും പപ്പടവും ആ കായ ഒലത്തിയതും കൂടി കൂട്ടി കുഴച്ച് അങ്ങോട്ട് കഴിക്കുകയാണ്. നല്ലൊരു പിടി പിടിച്ചു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ എനിക്ക് ഈ മോരുകറിയും വൻപയറിൻ്റെയും കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ പച്ചമോരും വൻപയറിൻ്റെയും കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി നല്ലോണം കഴിച്ചു. പിന്നെ എനിക്ക് പയറുകളിൽ വൻപയറാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. പിന്നെ പച്ചമോരും വൻപയറും കൂടി കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ ഒപ്പം. പിന്നെ വെറുതെ പച്ചമോരൊക്കെ ആയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എത്ര പേർക്കാണ് ഇങ്ങനെ ഇഷ്ടം എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഭക്ഷണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.